രാഹുൽ ദ്രാവിഡ് സ്ഥാനമൊഴിയുന്നതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ പരിശീലകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് BCCI. 2021 സ്ഥാനമേറ്റെടുത്ത ദ്രാവിഡ് 3 വർഷത്തിന് ശേഷമാണ് സ്ഥാനമൊഴിയുന്നത്. കഴിഞ്ഞ ഏകദിന ലോകകപ്പ് വരെയായിരുന്നു ദ്രാവിഡിൻ്റെയും പരിശീലക സംഘത്തിൻ്റെയും കരാർ. പിന്നീട് T20 ലോകകപ്പ് കണക്കിലെടുത്ത് പുതുക്കുകയായിരുന്നു. ടീമിൻ്റെ പുതിയ പരിശീലകനെ കണ്ടെത്താൻ BCCI നേരത്തെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇത് പ്രഖ്യാപിക്കവേ ദ്രാവിഡിന് വീണ്ടും ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാമെന്ന് BCCI സെക്രട്ടറി ജയ് ഷാ പറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും പരിശീലകനാകാൻ താല്പര്യമില്ലെന്നാണ് ദ്രാവിഡിന്റെ നിലപാട്. ക്രിക്കറ്റിലെ മറ്റു പ്രധാന രാജ്യങ്ങൾ വിവിധ ഫോർമാറ്റിൽ വെവ്വേറെ കോച്ചുമാരെ നിയമിക്കാറുണ്ടെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് അതിൽ താല്പര്യമില്ല. 3 ഫോർമാറ്റിലും ടീമിന്റെ കോച്ചാകുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. വർഷത്തിൽ 10 മാസത്തിലേറെ ടീമിനൊപ്പമായിരിക്കും. ഇതിനിടെ ഒട്ടേറെ യാത്രകളും ഉണ്ടാകും. കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നതിനാലാണ് ദ്രാവിഡ് അപേക്ഷിക്കാത്തത്. അതിനിടെ രാഹുൽ ദ്രാവിഡ് തന്നെ പരിശീലക സ്ഥാനത്ത് തുടരണമെന്നാണ് ചില സീനിയർ താരങ്ങളുടെ ആഗ്രഹം. എന്നാൽ ഇത് ആരൊക്കെയാണെന്ന് വ്യക്തമല്ല. അടുത്ത 1 വർഷമെങ്കിലും ടെസ്റ്റ് ടീമിനൊപ്പം ദ്രാവിഡ് തുടരണമെന്നാണ് സീനിയർ താരങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വരുന്ന T20 ലോകകപ്പോടെ ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കും. ജൂലൈ 1 പുതിയ പരിശീലകനെ തിരഞ്ഞെടുക്കാനാണ് ബോർഡിന്റെ പദ്ധതി. 2027 ഏകദിന ലോകകപ്പ് വരെയാകും പുതിയ പരിശീലകന്റെ കരാർ. 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ടീമിനെ ഒരുക്കുന്നതിനുള്ള ചുമതല പുതിയ പരിശീലകനാകും. സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ വിരമിക്കലിന്റെ വക്കിലാണ്. ഇവരുടെ അഭാവത്തിൽ പുതിയ ഒരു ടീമിനെ മികച്ച രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വെല്ലുവിളിയും പുതിയ കോച്ചിന് മുന്നിലുണ്ടാകും. ഏറെ നാളുകൾക്ക് ശേഷം ഇത്തവണ ടീം ഇന്ത്യക്ക് വിദേശ പരിശീലകൻ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. BCCI ഇതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിങ്ങും ഡൽഹി ക്യാപിറ്റൽസ് പരിശീലകൻ റിക്കി പോണ്ടിങ്ങുമാണ് BCCI പരിഗണിക്കുന്ന പ്രധാനികൾ. 15 വർഷമായി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കോച്ചായ ഫ്ലെമിങ്ങുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അനൗദ്യോഗിക ചർച്ച നടത്തിയെന്ന് വാർത്തയുണ്ട്. എന്നാൽ ചെന്നൈ ടീം മാനേജ്മെന്റിലെ ഉന്നതർ ഇക്കാര്യം നിഷേധിച്ചിട്ടുമുണ്ട്. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലകനായ VVS ലക്ഷ്മൺ, ഓസ്ട്രേലിയയുടെ മുൻ താരം ജസ്റ്റിൻ ലാംഗർ തുടങ്ങിയവരും സാധ്യതാ പട്ടികയിലുണ്ട്. നേരത്തെ ജോൺ റൈറ്റ്, ഗാരി കേർസ്റ്റൺ, ഡങ്കൻ ഫ്ലെച്ചർ എന്നിവർ ഇന്ത്യയെ പരിശീലിപ്പിച്ച കാലത്ത് ടീം മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 2011 ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടിയത് ഗാരി കേർസ്റ്റന് കീഴിലായിരുന്നു. 2013 ടീം ICC ചാമ്പ്യൻസ് ട്രോഫി നേടുമ്പോൾ ഡങ്കൻ ഫ്ലെച്ചർ ആയിരുന്നു കോച്ച്. അനിൽ കുംബ്ലെ, രവി ശാസ്ത്രി എന്നിവരാണ് പിന്നീട് BCCI ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ഇക്കാലത്തിനിടെ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് അദ്ദേഹവും അന്നത്തെ പരിശീലകനായിരുന്ന കുംബ്ലെയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും കുംബ്ലെയുടെ പുറത്തുപോകലും അന്ന് വലിയ വിവാദമായിരുന്നു. പുതിയ പരിശീലകനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇക്കാര്യം കൂടി ബോർഡിന് പരിഗണിക്കേണ്ടതായി വരും. 2015 ഡങ്കൻ ഫ്ലെച്ചർ മടങ്ങിയതിനു ശേഷം ഇന്ത്യക്ക് വിദേശ കോച്ച് ഉണ്ടായിട്ടില്ല. 2009 ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലകനായ ഫ്ലെമിംഗ് കഴിഞ്ഞ 15 വർഷമായി ടീമിനൊപ്പമുണ്ട്. 5 കിരീടങ്ങളും നേടി. ഏറ്റവും കൂടുതൽ കാലം ന്യൂസിലൻഡിനെ നയിച്ച റെക്കോർഡുള്ള ഫ്ലെമിംഗ് കൂടുതൽ ടെസ്റ്റ് വിജയങ്ങളുടെ നായകനുമാണ്. ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ ടൂർണമെൻറ്റിൽ കളിക്കുന്ന ചെന്നൈയുടെ സഹ ടീമുകളുടെയും പരിശീലകനാണ് ഫ്ലെമിംഗ് ഇപ്പോൾ. ഇന്ത്യയിലെ ദീർഘകാലത്തെ പരിചയവും ടീമിനെ ഏറെക്കാലം കൊണ്ടു നടക്കാനുള്ള കാര്യക്ഷമതയുമെല്ലാം ഫ്ലെമിങ്ങിന് അനുകൂല ഘടകങ്ങളാണ്. അദ്ദേഹം അപേക്ഷിക്കുമോ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ 2 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയങ്ങളിൽ നായകനായിരുന്ന റിക്കി പോണ്ടിങ് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പരിശീലകനാണ്. ഓസ്ട്രേലിയയുടെ മുൻ താരവും പരിശീലകനുമായ ജസ്റ്റിൻ ലാംഗറുടെ കർക്കശ രീതി നേരത്തെ വിമർശിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരാളെ ഇന്ത്യൻ ടീമിന് ഉൾക്കൊള്ളാനാകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഈ ചർച്ചകൾക്കിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ സമീപിച്ചെന്ന വാർത്തകൾ ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെൻറ്റ് നിഷേധിച്ചിട്ടുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് ഫ്ലെമിങ്ങും സൂപ്പർ കിങ്സ് മാനേജ്മെൻറ്റും തമ്മിൽ യാതൊരു ആശയവിനിമയവും നടന്നിട്ടില്ലെന്ന് CEO കാശി വിശ്വനാഥൻ വ്യക്തമാക്കി. VVS ലക്ഷ്മണാണ് BCCI പരിഗണിക്കുന്ന മറ്റൊരു പേരെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ലക്ഷ്മൺ ഈ സ്ഥാനത്തേക്ക് അപേക്ഷിച്ചേക്കില്ല. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചുമതലയുള്ളതിനാൽ അദ്ദേഹത്തെ പരിശീലകനാക്കാൻ BCCIയും താൽപ്പര്യപ്പെടുന്നില്ല.